ഹലോ ഗായ്സ്, ഇന്ന് ട്രിപ്പിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഒമാൻ ബോർഡറിനടുത്തുള്ള മുസാഡം എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ 6-6:30 റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ബസ്സിൻ്റെ അടുത്തേക്ക് ചില്ലടിച്ച് പിള്ളേരെല്ലാം കൂടെ ചില്ലടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നു ബസ്സിൻ്റെ അടുത്ത് നിന്നപ്പോഴത്തേന് എല്ലാം വെള്ളം തന്നെ നാട്ടിലത്തെ പോലെ തന്നെ വെള്ളം തന്നെ. അങ്ങനെ ബസ്സിൻ്റെ അടുത്തേക്ക് നടന്ന് പെയ്യെ ബസ്സിൻ്റെ കയറി എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരുന്നെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും അങ്ങ് ചില്ലായി വൈബായി. പിന്നെ എല്ലാവരും കൊണ്ട് തുള്ളൽ തുടങ്ങി. ഡാൻസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഡാൻസ്. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ കൊണ്ട് ഒമാൻ ബോർഡർ എത്തി. അങ്ങനെ ഒമാൻ ബോർഡർ എത്തിയപ്പം ക്രോസ് ചെയ്യുന്നതിന് നമ്മളെ വിസ, ID കാർഡ് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. ഈ ചെക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു. പക്ഷേ ഇവിടെ വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. അങ്ങനെ ബസ് ക്രൂയിസിൻ്റെ അടുത്ത് വന്ന് ക്രൂയിസിൽ കയറിയിട്ട് വേണം നമുക്ക് മുസാണ്ടത്തിൻ്റെ മെയിൻ ഭാഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്രൂയിസിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാവരും വന്ന് ബോട്ടിൽ കയറി പെട്ടെന്ന് തന്നെ നമ്മൾ മുസാണ്ടത്തിൻ്റെ മെയിൻ ഭാഗത്തേക്ക് നമുക്ക്, കാരണം പല പല കാര്യങ്ങളൊക്കെ കാണാനുള്ളത്, അങ്ങനെ പെട്ടെന്ന് തന്നെ ബോട്ടെടുത്ത് നമ്മൾ എല്ലാവരും കയറി അപ്പം തന്നെ പോയി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബനാന റൈഡ് ചെയ്യാനുള്ള നമുക്കുള്ള കോസ്റ്റ്യൂം, കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പം വെള്ളത്തിലായതുകൊണ്ട് നമുക്ക് സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ നമ്മൾ വാട്ടർ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്തത് അതിൻ്റെ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോയി നമുക്കൊന്ന് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് നീന്തി എൻജോയ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം അങ്ങോട്ടാണ് പോയത്. അങ്ങനെ എല്ലാവരും തിരിച്ച് ബോട്ടിൽ വന്നിട്ടാണ് അവർ പറയുന്നത് ഇനിയാണ് ബനാന റൈഡ് സ്റ്റാർട്ട് ആകുമ്പോൾ. അപ്പോൾ ആർക്കൊക്കെ താല്പര്യം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ബോട്ടുണ്ട്, അതെല്ലാവരും കയറിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ ബനാന റൈഡിലുള്ള സംഭവം എല്ലാം സെറ്റ് ചെയ്ത് ആർക്ക് താല്പര്യം എന്ന് വെച്ചാൽ നീന്താൻ അറിയണമെന്നില്ല, നമുക്ക് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് സേഫ്റ്റിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമ്മളെല്ലാവരും ബനാന റൈഡ് കയറി നല്ലൊരു ഫീലാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഇത്ര നാൾ പോയതിൽ നല്ലൊരു ഫീലാണ് എനിക്ക് ഇതിനകത്ത് കിട്ടിയത്. അങ്ങനെ ബനാന റൈഡ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായി. അങ്ങനെ അവർ അപ്പം തന്നെ ഫുഡ് റെഡിയാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് കയാക്കിങ് ഉണ്ടായിരുന്നു. കയാക്കിങ് ആവശ്യമുള്ള ആൾക്ക് കയാക്കിങ് ചെയ്യാം. ഓരോരുത്തരൊക്കെ അങ്ങോട്ട് തുഴയുമ്പോൾ ഇങ്ങോട്ട് പോവുക, തുഴഞ്ഞിട്ട് എത്താത്ത കുറേ ടീമുകളുണ്ട്. അങ്ങനത്തെ ടീമുകളും ഇതിനകത്തുണ്ട്. അങ്ങനെ അവിടുത്തെ വാട്ടർ ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞപ്പോൾ ബോട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ തന്നെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു നമുക്ക് അടുത്തത് ഫിഷിംഗ് ആണെന്ന്. അങ്ങനെ ഫിഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ. അങ്ങനെ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ചൂണ്ട തന്നിട്ട് ഒരു 4 മത്തിയുടെ തലയും തന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാം ഇട്ട് പിടിച്ച് നോക്കി. പക്ഷെ ഒറ്റ മീനെല്ലാം പോലും കിട്ടിയില്ല. അവർ പറഞ്ഞു ചറവറ മീനെ കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇട്ട് നോക്കിയിട്ട് ഒരു മീനെപ്പോലും നമുക്ക് കിട്ടിയില്ല. പിന്നെ അങ്ങനെ മീനെ കിട്ടാത്ത വിഷമത്തിൽ നമ്മളെല്ലാം കൂടി മേളിൽ ചെന്നിട്ട് കുറച്ച് നേരം ആ ചേട്ടൻ പിന്നെയും വന്നിട്ട് പറയുന്നു, ഒരു പാറ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അതാണ് ചുണ്ണാമ്പ് കല്ലെന്ന്. നമ്മൾ കണ്ടപ്പോൾ ഒരു വൈറ്റ് കല്ല്, കാണാൻ രസമുണ്ട്, നല്ല രസമുണ്ട്. ഏതോ ഇംഗ്ലീഷ് ഫിലിമിലെ കാണുന്ന പോലെ ഫീലായിരുന്നു നമുക്ക്. പിന്നെ എടുത്തു പറയേണ്ടത് കപ്പലിൽ നമ്മൾ യാത്ര ചെയ്തതാണ്. അന്യായ ഫീലായിരുന്നു കപ്പലിൽ യാത്ര ചെയ്തത്. ഇനി നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ കൊണ്ടുവിട്ടടുത്ത് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മളങ്ങനെ തിരിച്ച് ചെന്ന് നമുക്കൊരു ചെറിയ ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു ചെറിയ ബോട്ടിൽ, സ്പീഡ് ബോട്ട് കണക്കത്തൊരു ബോട്ടിൽ നമ്മളെ കയറ്റി നമ്മളെ തിരിച്ച് നമ്മുടെ എവിടെ നിന്നോ കയറിയെന്ന് വെച്ചാൽ അവിടെ തന്നെ കൊണ്ടാക്കുകയും ചെയ്ത് നല്ല ട്രിപ്പായിരുന്നു. നമ്മുടെ മുസാണ്ട ട്രിപ്പ് ഇതോടുകൂടി ക്ലോസ് ആവുകയാണ്. ഓക്കെ ബൈ. പിന്നെ ഈ മുസാണ്ട ട്രിപ്പ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടിച്ച് പൊളിച്ച് നമ്മൾ സൂപ്പർ ട്രിപ്പായിരുന്നു.